ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉംദത്തുൽ അഹ്കാമിൽ കിതാബു സ്വലയിൽ ബാബുൽ ഖിറാഅത്തി ഫിസ്സലാ എന്ന അധ്യായത്തിലാണ് നമ്മൾ ഹദീസുകൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നിസ്കാരവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന ഹദീസുകളിൽ നിസ്കാരത്തിലെ ഖിറാഅത്ത്, ഖുർആൻ പാരായണം എന്ന വിഷയത്തിലുള്ള അധ്യായമാണ് ഇത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിസ്കാരത്തിൽ നമ്മൾ നിർബന്ധമായി ഓതിയിരിക്കേണ്ട നിസ്കാരത്തിൻ്റെ റുക്നായ സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ച് മനസ്സിലാക്കി. നമ്മൾ പറഞ്ഞു, ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഫാത്തിഹ ഓതാതെ നിസ്കരിച്ചവന് നിസ്കാരമില്ല എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അത് മനസ്സിലാക്കുകയുണ്ടായി. എപ്പോഴാണ് ഫാത്തിഹ ഓതാതെ തന്നെ റക്അത്ത് കിട്ടുന്നത് എന്ന സന്ദർഭവും നമ്മൾ മനസ്സിലാക്കി. അതുപോലെ സഹോദരങ്ങളെ, നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് പുറമേയും ഖിറാഅത്തുകളുണ്ട്. അത് ഏത് നിസ്കാരത്തിൻ്റെയും ആദ്യത്തെ 2 റക്അത്തുകളിലാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിൽ തന്നെ ഒന്നാമത്തെ റക്അത്തിൽ രണ്ടാമത്തെ റക്അത്തിനേക്കാളും അല്പം ദൈർഘ്യത്തോടുകൂടി ഓതണം എന്ന കാര്യം മനസ്സിലാക്കി. അതുപോലെ രഹസ്യമായി അല്ലെങ്കിൽ ഉച്ചത്തിൽ ഓതാതെ പതുക്കെ ഓതുന്ന നിസ്കാരങ്ങളായ ളുഹറിലും അസറിലും ഇടയ്ക്കൊക്കെ ഉച്ചത്തിൽ ഇമാം ഓതുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ചര്യയിൽപ്പെട്ടതാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി. അടുത്ത ഹദീസ് അൻ ആയിഷത റളിയല്ലാഹു അൻഹാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസ റജുലൻ അലാ സരിയ്യ വകാന യഖറഉ ലിഅസ്ഹാബിഹി ഫീ സ്വലാത്തിഹിം ഫയഖ്തിമു ബിഖുൽ ഹുവല്ലാഹു അഹദ്. فلما رجعوا ذكروا ذلك للنبي صلى الله عليه وسلم فقال سألوه لأي شيء يصنع ذلك فسألوه فقال لأنها صفة الرحمن وأنا أحب أن أقرأ بها فقال النبي صلى الله عليه وسلم أخبروه أن الله تعالى يحبه. നിങ്ങൾക്കറിയാവുന്നതുപോലെ എല്ലാ ഹദീസുകളും ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസുകൾ തന്നെയാണ്. അപൂർവം ചില ഹദീസുകൾ മാത്രമാണ് മുത്തഫഖുൻ അലൈഹി അല്ലാതെ ഒന്നുകിൽ ബുഖാരി അല്ലെങ്കിൽ മുസ്ലിം ഉദ്ധരിച്ചതായ ഹദീസുകൾ ഈ ഗ്രന്ഥത്തിലുള്ളൂ. 400-ലധികമുള്ള ഹദീസുകളെല്ലാം തന്നെ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസായതിനാൽ ഇതിൻ്റെ സിഹത്തിനെ കുറിച്ച് നമുക്ക് പിന്നീട് അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് ഉംദത്തുൽ അഹ്കാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഈ ഹദീസിൽ പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അവർ പറയുകയാണ്, ബഅസ റജുലൻ അലാ സരിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെ, ആരാണ് വ്യക്തി എന്ന് പറഞ്ഞിട്ടില്ല, ഒരു വ്യക്തിയെ ഒരു സരിയത്തിന് വേണ്ടി നിയോഗിച്ചു. എന്താണ് സരിയത്ത് എന്ന് പറഞ്ഞാൽ? സരിയത്തും ജയ്ഷും തമ്മിൽ ചെറിയ വ്യത്യാസമാണ്. ജയ്ഷ് എന്ന് പറഞ്ഞാൽ സൈന്യത്തിനാണ് ജയ്ഷ് എന്ന് പറയുക, വലിയ സൈന്യത്തിനാണ് പൊതുവെ ജയ്ഷ് എന്ന് പറയുക. എന്നാൽ സരിയ എന്ന് പറഞ്ഞാൽ ഹിയ ഖിത്അത്തും മിനൽ ജയ്ഷ്, ഒരു വലിയ സൈന്യം ഉണ്ടായിരിക്കുകയില്ല, ചെറിയൊരു സൈന്യത്തിനായിരിക്കും. മുശ്രിക്കുകളുമായി ചെറിയ കുറച്ച് മുശ്രിക്കുകൾ ഒരു സ്ഥലത്തുണ്ട്, അപ്പോൾ അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ യുദ്ധമുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടി ചെറിയ ചെറിയ കൊച്ചു യുദ്ധ സംഘങ്ങളെയാണ് സരിയത്ത് എന്ന് പറയുന്നത്. യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് അല്ല ഇത്, മറിച്ച് വേറൊരു വിഷയമാണ്, ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. പക്ഷെ അതിൻ്റെ പശ്ചാത്തലം ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചു നൽകുകയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ ഇങ്ങനെ സരിയത്തിൽ അയക്കുകയുണ്ടായി. വകാന യഖറഉ ലിഅസ്ഹാബിഹി ഫീ സ്വലാത്തിഹിം ഫയഖ്തിമു ബിഖുൽ ഹുവല്ലാഹു അഹദ്. അദ്ദേഹമാണ് ആ സരിയത്തിൻ്റെ ഇമാം, അദ്ദേഹമാണ് അതിൻ്റെ സേനാധിപതി. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ഇമാം നിന്നിരുന്നത്. അദ്ദേഹം ഒപ്പമുണ്ടായിരുന്ന ആളുകൾക്ക് നിസ്കാരത്തിൽ എപ്പോഴും ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്തിട്ടാണ് അവസാനിപ്പിക്കാറുണ്ടായിരുന്നത്. വകാന യഖറഉ ലിഅസ്ഹാബിഹി وكان يقرأ لأصحابه في صلاتهم فيختم بقل هو الله أحد. ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്തിട്ടാണ് എപ്പോഴും നിസ്കാരം അവസാനിപ്പിക്കാറുണ്ടായിരുന്നത്. ഫലമ്മാ റജഉ, അങ്ങനെ അവർ മടങ്ങിയപ്പോൾ ദക്കറു ദാലിക ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് അറിയിക്കുകയുണ്ടായി. ഫഖാൽ,
അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, സലൂ ലിഅയ്യി ഷൈഇൻ യസ്നഉ ദാലിക്, അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കുക എന്തിനാണ് അദ്ദേഹം അപ്രകാരം ചെയ്തത്. ഫസഅലൂഹു, സഹാബത്ത് അയാളോട് ചോദിച്ചു. ഫഖാൽ ലിഅന്നഹാ സിഫത്തുർ റഹ്മാൻ, കാരണം അത് റഹ്മാനായ അള്ളാഹുവിന്റെ വിശേഷണമാണ്. വഅന ഉഹിബ്ബു അൻ അഖ്റഅ ബിഹാ, അതിങ്ങനെ പാരായണം ചെയ്യുക എന്നുള്ളത് ഞാൻ ഇഷ്ടപ്പെടുന്നു. അത് സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്ബിറൂഹു, നിങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുക, അന്നല്ലാഹ തആല യുഹിബ്ബുഹു, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. ഇതാണ് ഈ ഹദീസിലുള്ളത്. ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒരു വ്യക്തിയെ ഒരു ചെറിയ കൊച്ചു സൈന്യവുമായി ഏതോ ഒരു പ്രദേശത്തേക്ക് അയച്ചിരിക്കുകയാണ്. അവിടെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഇദ്ദേഹത്തെ നിസ്കാരത്തിൽ ഫയഖ്തിമു ബി ഖുൽഹു അല്ലാഹു അഹദ്, അദ്ദേഹം നിസ്കാരത്തിൽ എപ്പോഴും ഖുൽഹു അല്ലാഹു അഹദ് പാരായണം ചെയ്തിട്ടാണ് അവസാനിപ്പിക്കാറുള്ളത്. പണ്ഡിതന്മാർ പറയുന്നു ഇത് രണ്ട് രൂപത്തിലാകാം. ഒന്നുകിൽ ഓരോ റക്അത്തിലും സൂറത്തിന് പുറമെ അഥവാ ഫാത്തിഹയും ഒരു സൂറത്തിന് പുറമെ അദ്ദേഹം ഖുൽഹു അല്ലാഹു അഹദ് ഓതുന്നുണ്ടാകാം. രണ്ടാമത്തെ റക്അത്തിലും ഫാത്തിഹ, സൂറത്ത്, ഖുൽഹു അല്ലാഹു അഹദ്. ഒന്നുകിൽ ഈ ഒരു രൂപമായിരിക്കാം. അതല്ല എങ്കിൽ സാധ്യതയുള്ളത് എല്ലാ നിസ്കാരത്തിലും രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നു എന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കാൻ സാധ്യത. എന്തു തന്നെയായാലും അവർ ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയുണ്ടായി. കാരണം ഇത് സാധാരണ സംഭവിക്കാത്തൊരു കാര്യമായതുകൊണ്ടാണ്. സാധാരണ ഇങ്ങനെ ആരും ചെയ്യാറില്ല. ഇമാമത്ത് നിൽക്കുന്ന ആരും ഇങ്ങനെ ചെയ്യുന്നതായി അവർ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്ന് അന്വേഷിക്കുകയും അത് അവർ അന്വേഷിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്താണത്, അതുകൊണ്ട് അത് പാരായണം ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിൽ നിന്നുള്ള ഫായിദകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഫായിദ മശ്റൂഇയത്തു ബഅസി സറായ, ശരീഅത്തിന്റെ ബഹുവചനമാണ് സറായ. ശരീഅത്തുകൾ അഥവാ കൊച്ചു സൈന്യങ്ങളെ നിയോഗിക്കുക എന്നുള്ളത് ശർആക്കപ്പെട്ട കാര്യമാണ്. ഇത് നമുക്കിപ്പോൾ ഒരു ഫായിദയായിട്ടുള്ള കാര്യമല്ല, അത് അങ്ങനെയുള്ള ഭരണാധികാരികൾക്ക് ഫായിദയായിട്ടുള്ള ഒരു കാര്യമാണ്. അഥവാ കൊച്ചു സൈന്യങ്ങളെയും യുദ്ധത്തിന് വേണ്ടി അയക്കാം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, പക്ഷേ ഒരു നിബന്ധനയുണ്ട്, അവർ അതിനു മാത്രം കുറച്ചേ മുശ്രിക്കുകൾ ശത്രുക്കളായി അപ്പുറത്തുണ്ടാകൂ എന്ന നിബന്ധനയുണ്ട്. അതല്ല എങ്കിൽ ഇവർ പരാജയപ്പെട്ടു പോകും. അതല്ലാതെ പരാജയം ഉദ്ദേശിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ യുദ്ധത്തിന് പോകാൻ പാടില്ല. മറിച്ച് ജയിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് എപ്പോഴും, അതിനുള്ള കെൽപ്പുള്ള ആളുകളുമായിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇങ്ങനെ കുറച്ചു സംഘം അതിനെ പരാജയപ്പെടുത്താൻ സാധിക്കുന്ന സമയത്ത് ഇങ്ങനെ അയക്കാം എന്നതിന് തെളിവുണ്ട് എന്നൊന്നാമത്തെ തെളിവായി ഇതിൽ കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തേത് അന്ന അമീർ അൽ ഖൗമി ഹുവ ഇമാമുഹും, എപ്പോഴും ഒരു ഖൗമിന്റെ ഒരു ഗ്രൂപ്പിന്റെ അമീറായിരിക്കും അവർക്ക് വേണ്ടി ഇമാമത്ത് നിൽക്കുക. ഇപ്പോൾ യാത്രയിലാകട്ടെ ഒരാൾ അമീറായാൽ അയാളാണ് യാത്രയിൽ ഇമാമത്ത് നിൽക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് അതിന്റെ സേനാധിപതിയാണ് അതിന് ഇമാമത്ത് നിൽക്കേണ്ടത്. അങ്ങനെ തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്നാണ് ഉടനീളം ഇമാമത്ത് നിന്നത്. പിന്നീട് ഖുലഫാഉ റാഷിദീങ്ങളുടെ കാലത്തും അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു ഇമാമ് നിന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത്, അലി റളിയല്ലാഹു അൻഹു, അങ്ങനെ തന്നെ ഓരോരുത്തരും അവരവരുടെ ഭരണകാലത്ത് അവരാണ് ഇമാമത്ത് നിൽക്കുക. അഥവാ അദ്ദേഹവും നിസ്കരിക്കുന്ന ആളുകൾ നിസ്കരിക്കുന്ന ഏറ്റവും വലിയ മസ്ജിദിൽ അവിടെ ഇമാം ആരായിരിക്കും? ഭരണാധികാരി ആയിരിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വലാ യഉമ്മു റജുലു റജുല ഫീ സുൽത്താനിഹി, ഒരാളുടെ സുൽത്താനിൽ, ഒരാളുടെ ഭരണപ്രദേശത്ത് മറ്റൊരാൾ കയറി ഇമാമത്ത് നിൽക്കാൻ പാടില്ല. ഇല്ലാ ബിഇദ്നിഹി, അയാളുടെ അനുമതി ഉണ്ടെങ്കിൽ നടത്താം, അങ്ങനെ ചെയ്യാം എന്ന് കാണാം. അപ്പൊ അയാൾ അനുമതി കൊടുത്താൽ ബാക്കിയുള്ള ആളുകൾക്ക് ഇമാമത്ത് നിൽക്കാം. അതല്ല എങ്കിൽ അദ്ദേഹമാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു യാത്രയിലാണെങ്കിൽ പോലും നമ്മൾ ഒരാൾ അമീർ നിശ്ചയിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. 3 ആൾ ഉണ്ടെങ്കിൽ ഒരാൾ അമീറായി നിശ്ചയിക്കാം. അഥവാ എന്തെങ്കിലുമൊക്കെ യാത്രയിലുള്ള നിർദ്ദേശങ്ങളൊക്കെ പറയാം, ഇവിടെ വിശ്രമിക്കാം, അല്ലെങ്കിൽ രാവിലെ പോകാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ കൂട്ടത്തിൽ അതിന് പാകവും പക്വതയും അറിവുമൊക്കെ ഉള്ള ഒരാളെ ഈ അമീറായി നിശ്ചയിക്കുക എന്നുള്ളത് സുന്നത്തായ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ അമീറിനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ അമീറായിരിക്കും നമ്മൾ യാത്രയിലൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് ഇമാമായിട്ട് നിൽക്കുക. ഇനി ആ അമീറിനേക്കാളും ഹിഫ്ളുള്ള ഒരാൾ വേറെ ഉണ്ട് എങ്കിലോ, യാത്രയുടെ കഴിവുള്ളത് കൊണ്ടാണ് ഇയാൾ അമീറാക്കിയത് എങ്കിൽ പോലും അമീറാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. ഇനി അമീർ പറയുകയാണ് നീ ഇമാമത്ത് നിന്നോളൂ എന്ന് പറയുകയാണ് എങ്കിൽ ആ ആൾക്ക്, കൂടുതൽ ഹിഫ്ളുള്ള ആളുകൾക്ക് അവിടെ ഇമാമത്ത് നിൽക്കാം എന്ന്
ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറഞ്ഞതായി കാണാൻ സാധിക്കും. മൂന്നാമത്തെ ഫായിദയെ അദ്ദേഹം പറയുന്നത് ജവാസുൽ ഇജ്തിഹാദ് ഫി അസ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ സ്വന്തമായി ഇജ്തിഹാദ് ചെയ്യാൻ അനുമതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബത്ത് എന്തെങ്കിലുമൊക്കെ ഇജ്തിഹാദ് ചെയ്താൽ അത് ഉടൻ തന്നെ അല്ലാഹു തആല ആയത്തിറക്കും. അവർ പാടില്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യമാണ് അവർ ചെയ്തിരുന്നത് എങ്കിൽ ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെതിരെ ആയത്തിറക്കും. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം കൊടുത്തിട്ട് അവിടെ അങ്ങനെ അവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പിന്നീട് തെളിവായിട്ട് എടുക്കാറുള്ളത് അതുകൊണ്ടാണ്. സഹാബത്ത് എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലഘട്ടത്തിൽ വഹി ഇറങ്ങുന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തി ചെയ്തിരുന്നെങ്കിൽ അത് തെളിവായി എടുക്കാനുള്ള കാരണം അതാണ്. കാരണം അവർ അത് തെറ്റാണ് ചെയ്യുന്നത് എങ്കിൽ, അവരെല്ലാവരും തെറ്റിലാണ് എങ്കിൽ അല്ലാഹു തആല എന്തായാലും അത് തിരുത്തുന്നതായിരിക്കും. ഇവിടെ ഇദ്ദേഹം അങ്ങനെ സ്വന്തമായി ഇജ്തിഹാദ് ചെയ്തതാണ്, അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ആ ഇജ്തിഹാദ് ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മാത്രം വന്നിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ആ ഇജ്തിഹാദ് ചെയ്ത അയാൾക്ക് തെറ്റാണ് സംഭവിച്ചത് എങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരുത്തുകയും ചെയ്യും. അങ്ങനെയുള്ള സന്ദർഭവുമുണ്ട്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ ഒരു ഇജ്തിഹാദ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തയമ്മുമിന്റെ അധ്യായത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് ആ ഹദീസ്. അഥവാ അദ്ദേഹം തയമ്മും ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം, ചെറിയ അശുദ്ധിക്കുള്ള തയമ്മും അദ്ദേഹത്തിന് അറിയാം. മണ്ണിലടിച്ചിട്ട് മുഖവും മുൻകൈകളും അതിന്റെ പുറത്തു ഭാഗത്ത് തടവിയാൽ മതി, അത് അദ്ദേഹത്തിന് അറിയാം. എന്നാൽ വലിയ അശുദ്ധിക്കും അങ്ങനെ തന്നെ മതി, നീയത്ത് മാത്രം വലിയ അശുദ്ധിക്ക് ഉണ്ടായാൽ മതി എന്ന കാര്യം അദ്ദേഹത്തിന് അന്ന് അറിയില്ലായിരുന്നു. അദ്ദേഹം ഒരു യാത്രയിലാണ്. അദ്ദേഹം വലിയ അശുദ്ധി ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം മണ്ണിൽ കിടന്നുരുണ്ടു. അദ്ദേഹം വിചാരിച്ച് മുഴുവൻ ശരീരവും പൊടി തട്ടേണ്ടതുണ്ട് എന്ന് വിചാരിച്ച് ഉരുളുകയുണ്ടായി. അങ്ങനെ ആ വിഷയം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, നിനക്ക് ഇങ്ങനെ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് സാധാരണ രൂപത്തിൽ മണ്ണിൽ അടിച്ചിട്ട് മുഖവും കൈയും തടവുന്ന രൂപം കാണിച്ചു കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇജ്തിഹാദ് സഹാബത്ത് ചെയ്ത സമയത്ത് ചിലർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ചിലർക്ക് ശരി സംഭവിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്യാമെന്നുള്ളതിന് തെളിവാണ് ഈ ഹദീസിൽ ഉള്ളത്. ഇനി വേറെ ആരെങ്കിലും ഒക്കെ അങ്ങനെ ഈ ഹദീസ് വെച്ചിട്ട് അവരുണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ ബിദ്അത്തിന് തെളിവാക്കാൻ പറ്റുമോ? ഏതെങ്കിലുമൊക്കെ നമുക്ക് പുതിയൊരു സൂറത്ത് ഇന്ന ദിവസം മഗ്രിബിന് ഓതാം, ഇന്ന ദിവസം മഗ്രിബിന് ഓതാം, ഇവിടെ സഹാബി ഓതിയിലെ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തെളിവാകുമോ? ഒരിക്കലും തെളിവാകുകയില്ല. ഇത് യഥാർത്ഥത്തിൽ സഹാബി ഓതിയത് കൊണ്ടല്ല ഇത് തെളിവാകുന്നത്, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചത് കൊണ്ട് മാത്രമാണ് അത് തെളിവായത്. അങ്ങനെ ചില കാര്യങ്ങൾ കാണാൻ പറ്റും. ചില സഹാബത്ത് ദുആഉൽ ഇസ്തിഫ്താഹ്, പ്രാരംഭ പ്രാർത്ഥനയിൽ ചില വാക്കുകൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ആരാണത് ചൊല്ലിയത് എന്ന് ചോദിക്കുകയും ആകാശത്ത് നിന്ന് ഇന്ന മലക്കുകളൊക്കെ അത് ഏറ്റെടുക്കാൻ വന്നു എന്നൊക്കെ പറയുന്ന ചില ഹദീസുകളുണ്ട്. ഇതിനൊക്കെ ഉദ്ധരിച്ചിട്ട് ചില ആളുകൾ അവർക്ക് ദീനിൽ പുതുതായി ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പൊ ഈ ഹദീസിലൊക്കെ സഹാബിയൊക്കെ അങ്ങനെ ഉണ്ടാക്കിയില്ലേ എന്നാണ്. യഥാർത്ഥത്തിൽ അത് ആ കാലഘട്ടത്തിൽ മാത്രമുള്ളൊരു കാര്യമാണ്. മാത്രവുമല്ല, അത് ആ സഹാബി പറഞ്ഞതുകൊണ്ടല്ല നമുക്കത് സുന്നത്തായത്, മറിച്ച് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരം അതിന് കിട്ടിയത് കൊണ്ടാണ്. അങ്ങനെ അംഗീകാരം കിട്ടാത്ത ഏതെങ്കിലും കാര്യം ഒരു സഹാബി ചെയ്തു, ബാക്കിയുള്ള സഹാബത്തൊക്കെ അതിനെതിരാണെങ്കിൽ ആ സഹാബി ചെയ്തത് എടുക്കുക പോലുമില്ല. സഹാബത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ ആളുകൾ ചെയ്യുന്നതാണ് എടുക്കുക. അഭിപ്രായ വ്യത്യാസം സഹാബത്തിന്റെ ഇടയിൽ ഉണ്ടായാൽ പോലും അബൂബക്കറും ഉമറും ഒരു കാര്യത്തിൽ റളിയല്ലാഹു അൻഹുമ ഒരു കാര്യത്തിൽ ഭിന്നിച്ചാൽ അതിലേതെങ്കിലും ഒന്നും എടുക്കാൻ പാടില്ല, മറിച്ച് അതേതാണ് കൂടുതൽ സുന്നത്തിനോട് യോജിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് മടക്കിക്കൊണ്ടാണ് അതെടുക്കുക എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊരിക്കലും തന്നെ ബിദ്അത്തിന് തെളിവാക്കാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഖണ്ഡിതമായി പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ ദീനിൽ ഇല്ലാത്ത കാര്യം ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടുന്നതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ദീനിൽ പുതുതായി ഒരു കാര്യം ഉണ്ടാക്കുക എന്നുള്ളത് ഒരാൾക്കും പാടില്ലാത്ത കാര്യമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മാത്രം അനുവദിക്കപ്പെട്ട, സഹാബത്തിന് അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അതിൽ അല്ലാഹു തആല എന്ത് ചെയ്യും? വഹീയിലൂടെ ഇടപെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിലൂടെ വഹീന് സ്ഥാനം, ഇനി വഹീ നിലച്ചുപോയി, ഇനി ഭൂമി ലോകത്തേക്ക് വഹീ ഇറങ്ങുകയില്ല എന്നതുകൊണ്ടാണത്. നാലാമത്തെ ഫായിദ, ജവാസു ഇഖ്ബാരിൽ ആലിമി ബിമാ സനഅ മൻ ദൂനഹു ഹത്താ യുസഹിഹ ഔ യുഖിറ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് മടക്കൽ,
അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം മറ്റൊരു ഫായിദ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സഹാബി ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ, ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തപ്പോൾ ബാക്കിയുള്ള സഹാബത്ത് എന്ത് ചെയ്തില്ല, അതിലൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അവർക്കറിയാത്തൊരു വിഷയമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് ഈ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഏത് കാലഘട്ടത്തിലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് അറിവില്ലാത്ത എന്തെങ്കിലുമൊക്കെ പുതിയൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പണ്ഡിതന്മാരിലേക്ക് മടക്കുക. എന്താണ് ഇങ്ങനെ ഒരു പുതിയൊരു വിഷയം എങ്ങനെ കാണുന്നു, എന്താണ് അതിൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഉലമാക്കളിലേക്ക് മടക്കണം. കാരണം ഉലമാക്കൾ എന്ന് പറയുന്നത് ഹും വറസുത്തുൽ അംബിയ, അവർ അംബിയാക്കളുടെ അനന്തരം എടുത്തിട്ടുള്ള ആളുകളാണ്. അംബിയാക്കൾ വിട്ടേച്ചു പോയിട്ടുള്ള ഇൽമ് ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുന്നത്, അതിനെക്കുറിച്ച് അഗാധമായി അറിയുന്നത്, ആഴത്തിലുള്ള വിവരമുള്ളത് പണ്ഡിതന്മാർക്കാണ്. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് പണ്ഡിതന്മാരോട് ചോദിക്കുക, ഈ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു തെളിവും കൂടി ഈ ഹദീസിലുണ്ട്. സഹാബത്തിൽ വലിയ വിവരമുള്ള ആളുകൾ ഉണ്ടായിട്ട് പോലും അവരൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല, മറിച്ച് ഈ വ്യക്തിയുടെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തിക്കുകയാണ് എന്നതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, ഇതിലുള്ള മറ്റൊരു കാര്യമാണ് ജവാസു തൗക്കീൽ ഫീ നഖ്ലി അഖ്ബാരിൽ അഹ്കാം. എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം അത് നേരിട്ട് പറയണമെന്ന് എപ്പോഴും നിർബന്ധമില്ല, ഒരാളെ പറഞ്ഞയക്കാം. ഇപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ആ വ്യക്തിയെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് നേരിട്ട് സംസാരിച്ചിട്ടില്ല, മറിച്ച് സഹാബികൾ ആ വിഷയവുമായി വന്നു, സഹാബികൾക്ക് തന്നെ ആ വിഷയം അദ്ദേഹത്തെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. ഈ രൂപത്തിൽ ചെയ്യാം, അത് അനുവദനീയമാണ്. എപ്പോഴും നേരിട്ട് തന്നെ പറയണം എന്നില്ല. ആറാമത്തെ ഫായിദ അന്ന ഖുൽ ഹുവല്ലാഹു അഹദുൻ സിഫത്തുർ റഹ്മാൻ. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളത് അള്ളാഹു റഹ്മാനായ അള്ളാഹുവിന്റെ സിഫത്താണ് എന്ന്. ഇങ്ങനെ പറഞ്ഞാൽ ഇത് രണ്ട് രൂപത്തിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെടാനുള്ള കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞു അത് അള്ളാഹുവിന്റെ സിഫത്തുർ റഹ്മാനാണ്, റഹ്മാനായ റബ്ബിന്റെ സിഫത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏതർത്ഥത്തിലാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടാവുക? ഖുൽ ഹുവല്ലാഹു അഹദ് അള്ളാഹുവിന്റെ കലാമാണ്, ആ നിലക്ക് സിഫത്താണ് എന്നാണോ? അതല്ല ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തു അൽ ഇഖ്ലാസ് എന്ന് പറയുന്ന ഖുൽ ഹുവല്ലാഹു അഹദ് അതിൽ അള്ളാഹുവിന്റെ സിഫത്തുണ്ട് എന്നുള്ള നിലക്കാണോ? ഏത് നിലക്കായിരിക്കും ഉണ്ടാകുക? രണ്ടാമത് പറഞ്ഞ നിലക്കാണ്. കാരണം ഖുൽ ഹുവല്ലാഹു അഹദ് സിഫത്തുർ റഹ്മാൻ അള്ളാഹുവിന്റെ കലാമാണെന്നുള്ള നിലക്കാണെങ്കിൽ അത് ഖുൽ ഹുവല്ലാഹു അഹദിൽ മാത്രം പറയേണ്ട കാര്യമില്ല. കാരണം മുഴുവൻ ഖുർആനും അള്ളാഹുവിന്റെ കലാമാണ്, മുഴുവൻ വേദഗ്രന്ഥങ്ങളിലുള്ള അള്ളാഹുവും സംസാരിച്ചിട്ടുണ്ട്, ഖുർആനിൽ മുഴുവനും അള്ളാഹുവിന്റെ കലാമാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തആലയുടെ സിഫാത്തുകൾ പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള ഒരു സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ്. അതിൽ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള പരാമർശം മാത്രമേ ഉള്ളൂ, അടിമകളെ കുറിച്ചിട്ടുള്ള ഒരു പരാമർശവും അതിലില്ല. അള്ളാഹുവിനെ കുറിച്ച് മാത്രം പറയുന്ന ആയത്തുകളാണ് സൂറത്തുൽ ഇഖ്ലാസിലുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിൽ സുൽസൽ ഖുർആൻ. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളത് ഖുർആനിന്റെ മൂന്നിലൊരു ഭാഗത്തിന് തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് അതിന് ഓതിയാലുള്ള പ്രതിഫലത്തിനാണോ അതല്ല അതിൽ ഉൾക്കൊള്ളുന്ന ആശയത്തിലാണോ എന്നൊക്കെ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതിന്റെ ആശയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അതിന് മൂന്നിലൊന്ന് എന്ന് പറയാനുള്ള കാരണം, ഖുർആനിൽ പ്രധാനമായും 3 വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങളാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം അത് അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ്, അല്ലാഹു തആലയെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെയുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചിട്ടാണ്. അന്നൽ ഖുർആൻ ഇമ്മാ ഇഖ്ബാറുൻ അനില്ലാഹ്, ഒന്നുകിൽ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത് സൂറത്തുൽ ഇഖ്ലാസിലുള്ളതുപോലെ, അല്ലെങ്കിൽ ഔ അൻ അയ്യാമില്ല, അള്ളാഹു തആലയുടെ ദിവസങ്ങൾ എന്നറിയപ്പെടുന്ന അഥവാ കഴിഞ്ഞുപോയ ഉമ്മത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഖിയാമത്ത് നാളിനെ കുറിച്ചിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് ഇഖ്ബാറുൻ അൻ അയ്യാമില്ല എന്ന് പറയുന്നത്. അതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. മൂന്നാമതായിട്ടുള്ള കാര്യം അഹ്കാമുകളാണ്. ഖുർആനിൽ വുളുവിന്റെ ആയത്തുകൾ, നിസ്കാരത്തിന്റെ ആയത്തുകൾ, സക്കാത്തുമായി ബന്ധപ്പെട്ട ആയത്തുകൾ, കച്ചവടവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ, ഇങ്ങനെയുള്ള അഹ്കാമുകൾ ഉണ്ടാകും, വിധിവിലക്കുകൾ ഉണ്ടാകും. ഈ 3 രൂപത്തിലാണ് ഉണ്ടാകാറുള്ളത്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുന്ന ആയത്തുകൾ ഉൾക്കൊള്ളുന്നതിനാലാണ്, അത് മുഴുവനും ഉൾക്കൊള്ളുന്നുണ്ട് ഈ സൂറത്തിൽ. അതുകൊണ്ടാണ് ഇത് ഖുർആനിലെ 3-1 എന്ന് പണ്ഡിതന്മാർ അങ്ങനെയാണ്, അതുകൊണ്ടാണ് പറയാൻ കാരണമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഖുൽ ഹുവല്ലാഹു അഹദ് ആ സൂറത്ത് നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉലൂഹിയത്തും റുബൂബിയത്തും അസ്മാഉ വ സിഫാത്തും എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധനക്കർഹൻ. അതാണ് അല്ലാഹു തആല ഒന്നാമതായിട്ട് തന്നെ പറഞ്ഞത്, ഖുൽ ഹുവ അല്ലാഹു അഹദ്. പറയുക അല്ലാഹു സുബ്ഹാനഹു വ തആല അഹദാണ്, ഏകനാണ്, അവൻ ഏകനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അസ്മാകളിലും സിഫാത്തുകളിലും
എല്ലാത്തിലും അള്ളാഹുവിൻ്റെ നാമവിശേഷണ ഗുണങ്ങളിലുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. അള്ളാഹുവിനെ പോലെ മറ്റൊരാളുമില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത് ഈ ആയത്തിലൂടെ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. അള്ളാഹുവിനൊരു പങ്കുകാരനുമില്ല എന്ന കാര്യം സ്ഥാപിക്കപ്പെടുന്നുണ്ട്. അള്ളാഹു സമദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അസമദ. സമദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തരമായ വിശേഷണങ്ങൾ ഉള്ളവൻ എന്നൊരർത്ഥമുണ്ട്. അതുപോലെ തന്നെ മുഴുവൻ മനുഷ്യരും അള്ളാഹുലേക്ക് ആവശ്യക്കാരാണ്. മുഴുവൻ പടപ്പുകളും അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആവശ്യക്കാരാണ്. കാരണം എല്ലാ സിഫത്തുകളും അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ രൂപത്തിലുള്ളത് അള്ളാഹുവിലാണ്. ബാക്കിയുള്ള ആളുകളെല്ലാം അപൂർണരായ ആളുകളാണ്. അതുകൊണ്ട് ബാക്കിയുള്ള പടപ്പുകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ആശ്രിതരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരാശ്രയമുക്തനാണ്. അള്ളാഹു സമദ്, ലം യലിദ് വലം യൂലദ്. അള്ളാഹു തആല ഒന്നിനെയും ജനിപ്പിച്ചിട്ടില്ല, അള്ളാഹു ജനിച്ചവനുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നിനെയും ജനിപ്പിച്ചിട്ടില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ജനിച്ചവനുമല്ല. അള്ളാഹു ഇത് പറയുന്നത് 3 വിഭാഗത്തിനുള്ള മറുപടിയാണ്. ഒന്ന് മക്കാ മുശ്രിക്കുകൾ മലായിക്കത്തുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പെൺമക്കളാണ് എന്ന് വ്യാജ വർത്തമാനം പറഞ്ഞിരുന്നു. അതുപോലെ യഹൂദികൾ ഉസൈർ അള്ളാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞിരുന്നു. നസ്രാണികൾ മസീഹ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മകനാണ് എന്ന് പറഞ്ഞിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. ലം യലിദ് വലം യൂലദ്. അള്ളാഹു തആല ഒന്നിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നിനും ജന്മം നൽകിയിട്ടില്ല. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെയും മകനായിട്ടോ മറ്റോ ജനിച്ചതുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമേ ഉള്ളവനാണ്. അള്ളാഹു തആലക്ക് മുമ്പ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. വലം യകുല്ലഹു കുഫുവൻ അഹദ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഒത്തിട്ടുള്ള ഒന്നും തന്നെ ഇല്ല എന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പറയുകയാണ്. തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തിന്റെ വിഷയത്തിലുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആയത്താണിത്. വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ദീർഘമായി വിശദീകരിക്കുന്നുണ്ട്. നമ്മളതിലേക്ക് പോകുന്നില്ല. ശരി, അടുത്തതായി അദ്ദേഹം പറയുന്നൊരു പോയിന്റ്, ഇനി ഓരോ നിസ്കാരത്തിലും ഇങ്ങനെ ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്യുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ളതാണ്. കാരണം ഇവിടെ ഈ വ്യക്തിയെ അംഗീകരിച്ചിട്ടുണ്ട് എന്നതാണ്. എന്നാൽ അദ്ദേഹം പറയുന്നത്, അതുപോലെ മറ്റു പണ്ഡിതന്മാരും ഒക്കെ പറയുന്നത്, അങ്ങനെ പ്രത്യേകമായി ഓരോ വക്തിലും അങ്ങനെ ഖുൽ ഹുവല്ലാഹു അഹദ് തന്നെ ഓതുക എന്നുള്ളത് അങ്ങനെ പ്രത്യേകമായി സുന്നത്തായി വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓരോ സൂറത്തു കഴിഞ്ഞാൽ അടുത്തത് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക, അതല്ലെങ്കിൽ എല്ലാ 2 റക്അത്തിന് ശേഷവും രണ്ടാമത്തെ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടില്ല. അതുപോലെ അവിടുത്തെ ജീവിതത്തിലും അങ്ങനെ കാണിച്ചു തന്നിട്ടില്ല. മറ്റു സഹാബത്താരും അങ്ങനെ ചെയ്തിട്ടില്ല. മറിച്ച് ഇദ്ദേഹത്തിനോട് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അനുമതി കൊടുത്തത് മാത്രമാണ്. അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം ആ ഇഷ്ടം പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകമായി അനുമതി കൊടുത്തതാണ്. എന്നാൽ തന്നെ ഒരാൾ അങ്ങനെ ചെയ്താൽ അയാൾ ബിദ്അത്തുകാരനാണ് എന്ന് പറയാനും നമുക്ക് നിർവാഹമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറിയൊരു അംഗീകാരം അതിനുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ അതുപോലെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഖുൽ ഹുവല്ലാഹു അഹദിനെ എപ്പോഴും അങ്ങനെ ഓതിയാൽ അയാളൊരു ബിദ്അത്ത് ചെയ്തു എന്നുള്ളത് പറയാൻ പറ്റുകയില്ല. കാരണം ഖുൽ ഹുവല്ലാഹു അഹദിന്റെ വിഷയത്തിൽ ഇങ്ങനെ വന്നതിനാൽ. എന്നാൽ അതൊരു സുന്നത്തായിക്കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അങ്ങനെ ചെയ്തതായി സഹാബത്ത് ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സഹാബത്ത് ചെയ്തതായി മറ്റു താബിഈങ്ങളോ മറ്റോ ആരും തന്നെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അതല്ലാതെ അതൊരു സുന്നത്തായി കണ്ട് എല്ലാ നിസ്കാരത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക എന്നുള്ളത് അത് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല. അടുത്ത ഫായിദ, അന്നൽ ഇൻസാന ലാ ഹറജ അലൈഹി അൻ യുഹിബ്ബ തിലാവത ബഅദിൽ ഖുർആൻ ദൂന ബഅദ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലെ ചില കാര്യങ്ങളെ പ്രത്യേകമായി അവൻ ഇഷ്ടപ്പെടുക, ചില ഭാഗങ്ങൾ ഓതുന്നത് പ്രത്യേകമായി ഇഷ്ടപ്പെടുക എന്നുള്ളതിൽ തെറ്റില്ല. അത് ഖുർആനിന്റെ ഒരു ഭാഗത്ത് എടുത്ത് മറ്റൊരു ഭാഗത്തെ ഒഴിവാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നില്ല. ഖുർആനിന്റെ ഒരു ഭാഗം എടുത്ത് മറ്റൊരു ഭാഗത്തെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തുള്ള ആശയങ്ങൾ ഒഴിവാക്കിയിട്ട് മറ്റൊരു ഭാഗം മാത്രം സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് ആക്ഷേപിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഭാഗം അത് ഓതുന്ന സമയത്ത് ഇവന് കൂടുതൽ ഇഷ്ടം അതിനോടുണ്ട്. അതിൽ അല്ലാഹു തആലയുടെ അസ്മാകൾ സിഫാത്തുകളൊക്കെ ഉള്ളതിനാൽ, അല്ലെങ്കിൽ അത് ഓതുന്ന സമയത്ത് അവന് പ്രത്യേകമായി ഖിയാമത്ത് നാളിനെ കുറിച്ചോ മറ്റോ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മരണത്തിനെ കുറിച്ചോ മറ്റോ പറയുന്ന കാര്യങ്ങൾ അത് ഓതുന്നത് കൊണ്ട് അവന് ഹൃദയത്തിൽ വലിയ സ്വാധീനമുണ്ട്. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ഒരാൾ പ്രത്യേകമായി ഖുർആനിലെ ചില സൂറത്തുകളെയോ ചില ആയത്തുകളെയോ ഇഷ്ടപ്പെടുക എന്നുള്ളത് തെറ്റില്ല. ഇവിടെ അദ്ദേഹം ഇങ്ങനെ പ്രത്യേകമായി ഒരു സൂറത്തിന് ഇഷ്ടപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു കൊടുക്കുകയാണ്.
അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടും. ചില ആളുകൾക്ക് സൂറത്തുൽ ഖിയാമ ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് സൂറത്തുൽ ഹശറിൻ്റെ അവസാന ഭാഗം ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ സൂറത്തുൽ റഹ്മാൻ ഇഷ്ടമായിരിക്കും. ഇങ്ങനെ നമുക്ക് ചില സൂറത്തുകളും ചില ആയത്തുകളൊക്കെ ചിലപ്പോൾ ഇഷ്ടമാകും. അത് തെറ്റില്ലാത്ത കാര്യമാണ്. അതൊരിക്കലും തന്നെ ഖുർആനിൻ്റെ ഒരു ഭാഗത്തെ എടുത്തു മറ്റൊരു ഭാഗത്തെ എടുത്തിട്ടില്ല എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വരികയില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അടുത്ത ഫായിദ അന്നൽ ഖുർആന യതഫാദൽ, ഖുർആനിന് ചില ആയത്തുകൾക്ക് മറ്റ് ആയത്തുകളെക്കാളും ഫദലുണ്ട്, ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളതാണ്. ഖുർആനിന് ചില ആയത്തുകൾക്ക് മറ്റ് ആയത്തുകളെക്കാളും ശ്രേഷ്ഠതയുണ്ട്. ഖുർആനിൻ ആ പറയുന്ന ശ്രേഷ്ഠത അവിടെ മനസ്സിലാക്കേണ്ടത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, അമ്മാ മിൻ ഹൈസുൽ മുതകല്ലിമു ബിഹി ഫലാ യതഫാദൽ. ആരാണ് സംസാരിച്ചത്, ഒരു വാക്ക് സംസാരിക്കുന്നത് ആരാണ് സംസാരിച്ചത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിന് വില കൂടും. ആ നിലക്ക് നോക്കുകയാണെങ്കിൽ ഖുർആനിന് മുഴുവനും ഒരേ വിലയാണ്. കാരണം മുഴുവനും സംസാരിച്ചിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്നാൽ ആ ആയത്തുകളിൽ ഉൾക്കൊണ്ടിട്ടുള്ള ആശയങ്ങളെ പരിഗണിച്ച് നോക്കുന്ന സമയത്ത് ചില ആയത്തുകൾക്ക് മറ്റ് ആയത്തുകളെക്കാളും കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. ഇത് സുന്നത്തിൽ വന്നിട്ടുള്ള കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ടുണ്ട്, ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്ത് ഏതാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അത് ആയത്തുൽ കുർസിയാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ആളമു സൂറത്തിൻ ഫി കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബിലെ ഏറ്റവും ആളമായ മഹത്തരമായ ആയത്താണ് എന്നതിനെ പറഞ്ഞിട്ടുണ്ട്. അഥവാ ശ്രേഷ്ഠത അറിയിക്കുന്ന വാക്കാണ്, അള്ളം എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചില ആയത്തുകൾക്ക് മറ്റു ചില ആയത്തുകളെക്കാളും ശ്രേഷ്ഠതയുണ്ട്, ചില സൂറത്തുകൾക്ക് മറ്റു ചില സൂറത്തുകളെക്കാളും ഉണ്ട്. ഏറ്റവും മഹത്തരമായ സൂറത്തുൽ ഫാത്തിഹയാണ് ഒരു സൂറത്ത് എന്നുള്ള നിലക്ക്. ഏറ്റവും മഹത്തരമായ ആയത്ത് അത് ആയത്തുൽ കുർസിയാണ്. അങ്ങനെ ശ്രേഷ്ഠതയുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഖുർആനിൽ നാം നേരത്തെ പറഞ്ഞതുപോലെ 3 കാര്യങ്ങളുണ്ട്. അതിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ആയത്തുകൾക്ക് മറ്റ് ചരിത്രങ്ങൾ പറയുന്നതിനേക്കാളും അഹ്കാമുകൾ പറയുന്നതിനേക്കാളും ശ്രേഷ്ഠതയുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഇപ്പൊ സൂറത്തുൽ ഹശറിലെ അവസാന ഭാഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ ധാരാളം അസ്മാകൾ പറയുന്ന ഒരു ആയത്താണ്. അപ്പൊ അങ്ങനെയുള്ള ആയത്തുകൾക്ക് അനന്തരാവകാശ നിയമത്തെക്കുറിച്ച് പറയുന്നതിനേക്കാളും, അതുപോലെ തന്നെ കടവുമായി ബന്ധപ്പെട്ട നിയമത്തെക്കുറിച്ച് പറയുന്നതിനേക്കാളും, അല്ലെങ്കിൽ ഹൈദുമായി ബന്ധപ്പെട്ട് നിയമങ്ങളെക്കുറിച്ച് പറയുന്നതിനേക്കാളും ഒക്കെ ശ്രേഷ്ഠത അള്ളാഹു തആലയെ കുറിച്ച് പറയുന്ന ആയത്തുകൾക്ക് ഉണ്ട്. അത് കഴിഞ്ഞാൽ അള്ളാഹു ഈ പറയുന്ന ഫി അയ്യാമില്ല, അള്ളാഹു തആല ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുന്ന, അതുപോലെ കഴിഞ്ഞ ഉമ്മത്തിനെ കുറിച്ച് പറയുന്ന ആയത്തുകൾക്ക് ശ്രേഷ്ഠതയുണ്ട്. അത് കഴിഞ്ഞാലാണ് അഹ്കാമുകളുടെ ആയത്തുകൾക്കുള്ള ശ്രേഷ്ഠത. ഈ രൂപത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ ചില സൂറത്തുകൾക്ക് അല്ലെങ്കിൽ ചില ആയത്തുകൾക്ക് മറ്റു ചിലതിനേക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽ പെട്ടതാണ്. ആ രൂപത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാം. 9ാമത്തെ ഫായിദ മശ്റൂഇയ്യത്തു ബുശ്റൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന് സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ളതിന് ഈ ഹദീസിൽ തെളിവുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഈ ഹദീസിൽ ആ ഭാഗം വന്നിരിക്കുന്നത്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുന്നുണ്ട്, അഖ്ബിറൂഹു അന്നല്ലാഹ യുഹിബ്ബു, അദ്ദേഹത്തെ അറിയിക്കുക അല്ലാഹു തആല അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയായി ലഭിച്ചപ്പോൾ അള്ളാഹു എന്തായാലും ഇഷ്ടപ്പെടുന്നല്ലോ എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നിട്ടില്ല, മറിച്ച് അത് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിന്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അത് സുന്നത്തായിട്ടുള്ള കാര്യമാണ് എന്ന് കാണാം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, നമ്മളിപ്പോൾ സ്വപ്നത്തിൽ നമ്മളൊരു കൂട്ടുകാരനെ കുറിച്ച് അല്ലെങ്കിൽ കുടുംബക്കാരനെ കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ കണ്ടു എന്ന് കരുതുക. അദ്ദേഹത്തെക്കുറിച്ച് നല്ലൊരു കാര്യങ്ങൾ കണ്ടു, എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കണ്ടാൽ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഞാൻ നിന്നെക്കുറിച്ച് ഇന്ന നല്ല സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുക എന്നതൊക്കെ ഇതിൽ വരും. അപ്പൊ ഏത് കാര്യവും ഒരാൾക്ക് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിന് സന്തോഷമുണ്ടാകുന്ന നല്ല കാര്യങ്ങൾ പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു സുന്നത്താണ് എന്ന കാര്യം ഈ ഹദീസിലൂടെ മനസ്സിലാക്കാം. വേറെയും ഈ ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിന് സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് എന്ന് മറ്റ് ഹദീസുകളും വന്നിട്ടുണ്ട്. 10ാമത്തെ പോയിന്റായി അദ്ദേഹം പറയുന്നത് ഇസ്ബാത്തു മഹബ്ബത്തില്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മഹബ്ബത്ത് എന്ന് പറയുന്ന ഒരു സിഫത്ത് അള്ളാഹുവിനുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തൽ ഈ ഹദീസിലുണ്ട്. കാരണം ഈ ഹദീസിൽ ഇങ്ങനെ ഒരു വാക്ക് വന്നിട്ടുണ്ട്, അഖ്ബിറൂഹു അന്നല്ലാഹ യുഹിബ്ബു, അദ്ദേഹത്തെ അറിയിക്കുക അള്ളാഹു അയാളെ ഇഷ്ടപ്പെടുന്നു, ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ആളുകളെ ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹുവിന് മഹബ്ബത്ത് എന്ന് പറയുന്ന ഒരു സിഫത്തുണ്ട്, ഇഷ്ടപ്പെടൽ എന്ന് പറയുന്ന സിഫത്തുണ്ട്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇത് അറിയപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇതിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. ഇതിനെ നിഷേധിക്കുന്ന ജഹ്മിയാക്കളായ ആളുകൾ,
അശ്അരികളായ ആളുകൾ, ഇവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ധാരാളം സിഫാത്തുകൾ നിഷേധിക്കുന്നവരാണ്. ജഹ്മിയകൾ മുഴുവനായി നിഷേധിക്കുകയാണെങ്കിൽ അശ്അരികൾ വളരെ കുറച്ച് സിഫത്തുകൾ, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം അംഗീകരിക്കുകയും ബാക്കിയുള്ളത് നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇതൊക്കെ ബിദ്അത്തുകാരുടെ രീതികളാണ്. ഇത് നമ്മൾ അൽ അഖീദത്തുൽ വാസിത്തിയയിൽ നിങ്ങൾ കൃത്യമായി അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകൾ നിഷേധിക്കുക എന്നുള്ള പ്രവണത അത് മനസ്സിലാക്കിയിട്ടുണ്ടാകും. എന്നാൽ ഈ ഹദീസ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അന്നഹു അഅലമുൽ ഖൽഖി ബില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ഇൽമുള്ള ആൾ. വഅന്നഹു അസ്ദഉൽ ഖൽഖി ഖീല, അല്ലാഹു സുബ്ഹാനഹു വ തആല പടപ്പുകളിൽ ഏറ്റവും സത്യം പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വഅന്നഹു അഹ്സനുൽ ഖൽഖി തഅബീറ, ഏറ്റവും നന്നായി കാര്യങ്ങൾ പറയാൻ, അത് പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. വഅന്നഹു അൻസഹുൽ ഖൽഖി ലിൽ ഖൽഖ്, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് നസീഹത്തുണ്ടാകും. അങ്ങനെയുള്ള ആളുകളിൽ ഏറ്റവും ഉയർന്നയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുന്ന് മറ്റുള്ള ആളുകളോട് കാണിക്കുന്നത് പോലെയുള്ള ഗുണകാംക്ഷ മറ്റാരും കാണിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ നിന്നാണ് അഖ്ബിറുഹു അന്നല്ലാഹ യുഹിബ്ബു, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു, അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന സിഫത്തുണ്ട്. ഇത് ബിദ്അത്തുകാർക്ക് എപ്പോഴും ഒരു തലവേദനയായിട്ടുള്ള കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരത്തിൽ കൃത്യമായി ഒരു ലഫ്ള് വന്നു കഴിഞ്ഞാൽ അതിന് നിഷേധിക്കണമെങ്കിൽ അവർക്ക് ഈ 4 കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് നിഷേധിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്ര അറിയില്ലായിരുന്നു എന്നോ, അല്ലെങ്കിൽ ആ പറഞ്ഞത് തെറ്റായിരുന്നു എന്നോ, അല്ലെങ്കിൽ അത് പറഞ്ഞ ഇങ്ങനെയല്ല അത് പറയേണ്ടത് മറ്റെന്തെങ്കിലും പറയണമെന്നായിരുന്നോ, അല്ലെങ്കിൽ ഇത് നസീഹത്തില്ലാത്ത ഒരു കാര്യമാണ് എന്നൊക്കെ അവർക്ക് നിഷേധിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ 4 കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് ബിദ്അത്തുകാർക്ക് എപ്പോഴും അവരുടെ വാദങ്ങൾക്കുള്ള ഒരു മറുപടിയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അറിയിച്ചു അല്ലാഹു തആലക്ക് ഹുബ്ബ് എന്ന് പറയുന്ന, മഹബ്ബത്ത് എന്ന് പറയുന്ന സിഫത്ത് ഉണ്ട് എന്നുള്ളത്. അത് ധാരാളം ഖുർആനിലുള്ള ആയത്തുകളിലും അതുപോലെ തന്നെ ഹദീസുകളിലും എല്ലാം തന്നെ അത് കൃത്യമായി വന്നിട്ടുള്ള കാര്യമാണ്. മഹബ്ബത്ത് എന്നുള്ളത് അല്ലാഹു തആലക്കുള്ള സിഫത്താണ്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കുന്ന സമയത്ത് അത് അങ്ങനെയല്ല വിശദീകരിക്കേണ്ടത്. അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു അതിന് പ്രതിഫലം നൽകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നതിന്റെ അനിവാര്യതയെ അറിയിക്കുന്ന അർത്ഥമൊക്കെ പറയും. എന്നിട്ട് അവർ പറയുന്ന ചില വാദങ്ങൾ ഉണ്ടാകും. ഇഷ്ടം എന്ന് പറയുന്നത് ഒരേപോലെയുള്ള ആളുകൾക്കിടയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന രൂപത്തിലൊക്കെ അവർ പറയുന്നതായി കാണാൻ സാധിക്കും. ലാ മഹബ്ബത ഇല്ലാ ബൈന മുതനാസിബൈൻ, രണ്ടും ഒരേപോലെ ഒരേ ദർജയിൽ ഉള്ള ആളുകൾക്കൊക്കെയാണ് പരസ്പരം എന്തുണ്ടാവുക, മഹബ്ബത്ത് ഉണ്ടാകുക എന്ന രൂപത്തിൽ പറഞ്ഞിട്ടാണ് അവർ പൊതുവെ നിഷേധിക്കാറുള്ളത്. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഇവർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഖുർആനിൽ ആകട്ടെ ഹദീസിലാകട്ടെ ഏത് ലഫ്ള് വന്നാലും അതിൻ്റെ ഒന്നും അർത്ഥം അങ്ങനെയല്ല, ഇതിന്റെ അർത്ഥം വേറെയാണ് എന്ന് പറയുന്ന ഖുർആനിന്റെ വാക്യങ്ങളെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തുന്നത്. ഇനി അതുപോലെ തന്നെ മഹബ്ബത്ത് എന്ന് പറയുന്നത് രണ്ടും ഒരേ പോലെയുള്ള ആളുകൾക്കിടയിൽ മാത്രമേ ഉണ്ടാകൂ എന്ന് പറയുന്നത് അത് ബുദ്ധിക്ക് പോലും യോജിക്കുന്ന കാര്യമല്ല. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ മൃഗങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ മൃഗങ്ങൾ മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവനില്ലാത്ത വസ്തുക്കളെ മനുഷ്യൻ സ്നേഹിക്കാറുണ്ട്. ഒരാൾ തന്റെ വീടിനെ സ്നേഹിക്കും, കാറിനെ സ്നേഹിക്കും, വാച്ചിനെ സ്നേഹിക്കും, മൊബൈലിനെ സ്നേഹിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. തന്റെ വസ്തുക്കളെ സ്നേഹിക്കാറുണ്ട്. അപ്പൊ അത് ഒരേപോലെയുള്ള ആളുകളാണ് പരസ്പരം സ്നേഹിക്കുക. അപ്പോൾ അള്ളാഹു സ്നേഹിക്കുന്നു, മനുഷ്യരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഖാലിക്കും മഖ്ലൂക്കും ഒക്കെ ഒരുപോലെയായി അത് അള്ളാഹുവിന് യോജിക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹു പ്രതിഫലം നൽകുന്നു എന്നേ പറയാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ ഒരുപക്ഷെ ആളുകളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുകയാണ് പൊതുവെ ബിദ്അത്തിന്റെ ആളുകൾ ചെയ്യാറുള്ളത്. എന്നാൽ അത് ശരിയല്ല. നാം മനസ്സിലാക്കി, ഹുബ്ബ് എന്ന് പറയുന്നത് അത് എപ്പോഴും ഒരേപോലെയുള്ള ആളുകൾ തമ്മിൽ മാത്രം സംഭവിക്കണമെന്നില്ല. മറിച്ച് അല്ലാഹു തആല അവന്റെ അടിമകളെ സ്നേഹിക്കുന്നതാണ്. അല്ലാഹു തആല അറിയിച്ചിട്ടുണ്ട്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നബിയെ അവരോട് പറയുക, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റുക, യുഹ്ബിബുകുമുല്ലാഹ്, എങ്കിൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതല്ലാത്ത രൂപത്തിൽ അതിന് വിശേഷണം നൽകുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു ഇഷ്ടപ്പെടുകയും ചെയ്യും, അതുപോലെ തന്നെ ആളുകൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആളുകളെ ഇഷ്ടപ്പെടുകയും അതുപോലെ ആളുകൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും ചെയ്യും. രണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള മഹബ്ബത്ത് എന്ന് പറയുന്ന സിഫത്തിലുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. എന്നാൽ ഇതിനെ നിഷേധിക്കുന്ന ആളുകൾ അവർ ഇതിനെ പൂർണ്ണമായി
അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കും. അതല്ലെങ്കിൽ ഒന്നുകിൽ മറ്റൊരു രൂപത്തിലാണ്, അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അതിന് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അതിന് വ്യാഖ്യാനം പറയും, അതിന് സാദൃശ്യപ്പെടുത്തും. ഇത് രണ്ടിനുമിടയിലാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി അദ്ദേഹം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് നേരത്തെ പറഞ്ഞ കാര്യം അദ്ദേഹം ചോദ്യം ചോദിക്കുന്നുണ്ട്. ഹൽ ഹുനാക അഹദുൻ അൻകറ മഹബ്ബത അല്ലാഹി മിൻ അഹ്ലിൽ ഖിബ്ല ഐ മിമ്മൻ യൻതസിബൂന ഇലൽ ഇസ്ലാം. ആരെങ്കിലുമൊക്കെ നമ്മൾ മഹബ്ബത്ത് അല്ലാഹുവിന്റെ സിഫത്താണ് അങ്ങനെയൊക്കെ നമ്മൾ പണ്ഡിതന്മാർ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആരാണ് അപ്പോൾ നിഷേധിക്കുന്നത് എന്ന് വിചാരിക്കും. അങ്ങനെ ആരെങ്കിലുമൊക്കെ നിഷേധിക്കാറുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ജഹ്മികളും അതുപോലെ അശാഇറകളും അശ്അരികളും ഇതിനെ നിഷേധിക്കുന്ന ആളുകളാണ്. ഇവർ രണ്ടുപേരും നിഷേധിക്കുന്ന ആളുകളാണ്. ജഹ്മിയാക്കളാണെങ്കിൽ അത് ജഹ്മു ബിൻ സഫ്വാനിന്റെ അനുയായികളാണ്. അവരാണ് ജഹ്മിയാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അയാൾ ജഅദ് ബിൻ ദിർഹം എന്ന് പറയുന്ന ആളുടെ വിദ്യാർത്ഥിയാണ്. ആര്? ജഹ്മു ബിൻ സഫ്വാൻ എന്ന് പറയുന്ന ആൾ. അപ്പൊ ഇയാളുടെ കീഴിലാണ് പിന്നീട് ഈ വ്യാഖ്യാനങ്ങൾ അതുപോലെ നിഷേധിക്കുന്ന പ്രവണതകൾ ഇയാളുടെ കീഴിലാണ് വന്നിട്ടുള്ളത്. എന്നാൽ ജഅദ് ബിൻ ദിർഹം അയാൾ അധികകാലം ജീവിച്ചിട്ടില്ല. കാരണം അയാൾ ആദ്യം തന്നെ നിഷേധിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രണ്ട് സിഫത്തുകളാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞു. അല്ലാഹു തആലക്ക് അങ്ങനെ ഒരു സംസാരം എന്ന് പറയുന്ന കാര്യം ഇല്ല എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അങ്ങനെ ആ രൂപത്തിൽ അയാൾ ആദ്യമായി പറഞ്ഞ രണ്ട് കാര്യം, ഒന്ന് ഇന്നല്ലാഹ ലം യത്തഖിദ് ഇബ്രാഹീമ ഖലീല വലം യുകല്ലിം മൂസ തക്ലീമ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അല്ലാഹു ഖലീലാക്കിയത്. അപ്പൊ അങ്ങനെ മഹബ്ബത്തിനെ അയാൾ നിഷേധിച്ചു. അതുപോലെ തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സംസാരിച്ചു, അതിനെയും അയാൾ നിഷേധിച്ചു. അയാൾ പറഞ്ഞു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല ഖലീലായി സ്വീകരിച്ചിട്ടില്ല, അതുപോലെ മൂസ അലൈഹി സ്വലാമിനോട് സംസാരിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഖാലിദ് ബിൻ അബ്ദുല്ല അൽ ഖസ്രി, അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഒരിക്കൽ ഈദുൽ ഖുതുബ നടത്തുകയുണ്ടായി. അതോ പെരുന്നാളിന് അദ്ദേഹം ഈദ് ഖുതുബ നടത്തിയതിനു ശേഷം അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, അയ്യുഹന്നാസ് വഹു തഖബ്ബലല്ലാഹു ദഹായാക്കും. നിങ്ങൾ ഉളുഹിയത്ത് അറക്കുക, അല്ലാഹു തആല നിങ്ങളുടെ ഉളുഹിയത്ത് സ്വീകരിക്കുമാറാകട്ടെ. ഫഇന്നി മുദഹിൻ ബിൽ ജഅദ് ബിൻ ദിർഹം. തീർച്ചയായും ഞാൻ ജഅദ് ബിൻ ദിർഹമിനെയാണ് ഉളുഹിയത്തായി അറക്കാൻ പോകുന്നത്. ഇന്നഹു സഅമ അന്ന അല്ലാഹ ലം യത്തഖിദ് ഇബ്രാഹിമ ഖലീല വലം യുകല്ലിം മൂസ തക്ലീമ. കാരണം അവൻ വാദിക്കുന്നത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു സംസാരിച്ചിട്ടില്ല, അതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഖലീലായി സ്വീകരിച്ചിട്ടില്ല എന്നാണ്. കാരണം ഇത് മുർത്തദാകുന്ന വാദമാണ്, ഖുർആനിൽ വന്നിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സുമ്മ നസല മിനൽ മിൻബരി ഫദബഹു വന്നാസ് യൻദുറൂൻ. അയാൾ പിന്നീട് മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് ജനങ്ങൾ കാണുക തന്നെ ഈ ജഅദ് ബിൻ ദിർഹമിനെ കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. ഭരണാധികാരിയാണ് അദ്ദേഹം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം ഇത് അദ്ദേഹത്തിന് നൂനിയയിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. ولأجل ذا ضحى بجعد خالد القسري يوم ذبائح القربان إذ قال إبراهيم ليس خليله كلا ولا موسى الكليم الداني شكر الضحية كل صاحب سنة لله درك من أخي قرباني എന്ന് പറഞ്ഞ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ولأجل ذا ضحى بجعد خالد القسري يوم ذبائح القربان. ഖുർബാൻ അഥവാ ബലിയറക്കുന്ന ദിവസത്തിൽ ജഅദിനെ ഖാലിദ് അൽ ഖസ്രി ബലിയർക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ബലിയർത്തത്? ഇത് ഖാല ഇബ്രാഹിം ലൈസ ഖലീലഹു. ഇബ്രാഹിം അള്ളാഹുവിന്റെ ഖലീലല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കല്ല വല മൂസൽ കലീമുത്താനി. അതുപോലെ മൂസ അലൈഹിസ്സലാം അള്ളാഹു തആലയോട് സംസാരിച്ചിട്ടില്ല എന്നും പറഞ്ഞു. ശക്കറ ദഹിയത കുല്ലു സാഹിബ് സുന്നത്തിൻ. അതുകൊണ്ട് സുന്നത്തിന്റെ ആളുകൾ ഈ ഒരു ബലിയെ അത് വളരെ നന്ദിപൂർവ്വം കാണുന്നു. ലില്ലാഹി ദർറുക മിൻ അഖി ഖുർബാനി. ഈ ഖുർബാൻ ഇത് അറുത്ത ആളുകൾക്ക് അള്ളാഹു തആല ഏറ്റവും നല്ല മംഗളങ്ങൾ നേരട്ടെ. ലില്ലാഹി ദർറുക, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ മംഗളം നേരട്ടെ എന്ന് പറഞ്ഞ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഇത് വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, സാധാരണഗതിയിൽ ഒരു വലിയ ഒട്ടകം എന്ന് പറയുന്നത് അത് 7 ആൾക്ക് തന്നെ മതിയായതാണ്. അല്ലെങ്കിൽ ഒരു പോത്ത് മാടൊക്കെ 7 ആൾക്ക് മതിയാകും. എന്നാൽ ഇയാൾ അർത്ഥത് കൊണ്ട് അത് 7000 അല്ലെങ്കിൽ 70 ലക്ഷമൊക്കെ ആളുകൾക്ക് മതിയായിട്ടുണ്ട്. കാരണം ഇയാൾ അർത്ഥത്തോടുകൂടി വലിയൊരു ബിദ്അത്താണ് അവിടെ ഇല്ലാതായത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. പക്ഷേ ഇയാൾക്ക് ശേഷം പിന്നീട് ഇയാളുടെ വിദ്യാർത്ഥിയായിരുന്ന ജഹ്മു ബിൻ സഫ്വാൻ അയാൾ ഈ വാദം പ്രചരിപ്പിക്കുകയും അങ്ങനെയാണ് ജഹ്മിയാക്കൾ അത് വർദ്ധിച്ചു വരികയും ചെയ്തിട്ടുള്ളത് എന്ന് കാണാം. എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മഹബ്ബത്ത് എന്ന് പറയുന്ന സിഫത്ത് അതുണ്ട്. അതുകൊണ്ട് ഏതൊരു സിഫത്തിന്റെ വിഷയത്തിലും അതെന്താണോ ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ളത് അത് അതുപോലെയുണ്ട്. അതിനെ
ഒരു രൂപത്തിലും സാദൃശ്യപ്പെടുത്താതെ അല്ലെങ്കിൽ അത് മറ്റൊന്നു പോലെയാണ് എന്നതിനെ പറയാതെ അതിനെ നിഷേധിക്കാതെ സ്വീകരിക്കുക എന്നുള്ളതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്ന് മനസ്സിലാക്കുക. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ, നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ ശൈലി, ഇതൊരു ഫിഖ് വിശദീകരിക്കുന്ന ഹദീസുകളാണെങ്കിലും അഖീദ വരുന്ന സമയത്ത് അത് അദ്ദേഹം വിശദീകരിച്ചു പോകുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ പതിവാണ്. അടുത്ത ഹദീസ്, അൻ ജാബിർ ബിൻ അബ്ദില്ലാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിമുആദ് ബിൻ ജബൽ ഫലൗലാ സല്ലൈത ബിസബ്ബിഹ് ഇസ്മ റബ്ബിക് വശംസി വദുഹാഹ വല്ലൈലി ഇദാ യഗ്ഷാ ഫഇന്നഹു യുസല്ലി വറാഅകൽ കബീർ വദ്ദഈഫ് വദുൽ ഹാജ. ഈ ഹദീസ് നമ്മൾ നേരത്തെ ഒരിടയിൽ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് ഉദ്ധരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മുആദ് ബിൻ ജബലിനോട് പറഞ്ഞൊരു സന്ദർഭമാണിത്. നിനക്ക് സബ്ബിസ്മ റബ്ബിക അല്ലെങ്കിൽ വശംസി വദുഹാഹ അല്ലെങ്കിൽ വല്ലൈലി ഇദാ യഗ്ഷ ഇതൊക്കെ ഓതി നിസ്കരിച്ചാൽ പോരായിരുന്നു. ഫഇന്നഹു യുസല്ലി വറാഅകൽ കബീർ വദ്ദഈഫ് വദുൽ ഹാജ. കാരണം നിന്റെ പുറകിൽ നിസ്കരിക്കുന്ന ആളുകളിൽ വൃദ്ധന്മാരുണ്ട്, ദുർബലരുണ്ട്, അതുപോലെ പല ആവശ്യത്തിനും പോകേണ്ട ആളുകളുണ്ട്. ഈ ഹദീസിൽ ഒരു ചുരുക്കമാണ് ഇവിടെ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നിന്നും ഇദ്ദേഹം എടുത്തു കൊടുത്തിട്ടുള്ളത്. ഈ ഹദീസിനൊരു സബബുണ്ട്, നേരത്തെ കേട്ടിട്ടുണ്ടാകും. അഥവാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്നും നിസ്കരിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ ഗ്രാമത്തിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ വലിയ കൃഷിയും അങ്ങനെ ധാരാളം ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഗ്രാമവാസികളായിട്ടുള്ളത്. അപ്പോൾ അവരിൽ പലരും നേരത്തെ എഴുന്നേറ്റ് പോകേണ്ട ആളുകളാണ്. അതുകൊണ്ട് അദ്ദേഹം ഇശാ നിസ്കരിക്കുന്ന സമയത്ത് ഇദ്ദേഹം സൂറത്തുൽ ബഖറയും ആൽ ഇംറാനും ഒക്കെ പോലെ വളരെ ദീർഘമായി ഓതിയപ്പോൾ ഒരു വ്യക്തി ദേഷ്യം പിടിക്കുകയും അദ്ദേഹം നിസ്കാരത്തിൽ നിന്നും ഒഴിവായി ഒറ്റയ്ക്ക് തന്നെ നിസ്കരിച്ച് പൂർത്തിയാക്കി പോവുകയും ചെയ്തു. അദ്ദേഹത്തിന് ഈ പ്രവൃത്തി കണ്ടപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നിഫാഖ് ആരോപിക്കേണ്ടായി. അദ്ദേഹത്തിന് കാപട്യമുണ്ട്, അതുകൊണ്ടാണ് നിസ്കാരത്തിൽ നിന്ന് മുറിച്ചു പോയത് എന്ന് പറഞ്ഞു. ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് പരാതി പറയുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ വിളിച്ചു ചോദിച്ചു, അതുരീദു അൻ തകൂന ഫത്താനൻ, നീ ഒരു ഫിത്ന ഉണ്ടാക്കാനാണോ, ജനങ്ങളെ ഖൈറിൽ നിന്നും തടയാനാണോ നീ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് ശകാരിക്കുകയുണ്ടായി എന്ന് കാണാം. ആ സമയത്താണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് ഇന്നാലിന്ന സൂറത്തൊക്കെ ഓതി നിസ്കരിച്ചാൽ പോരായിരുന്നോ, എന്തിനാണ് ഇത്ര ദൈർഘ്യമായി നിസ്കരിച്ചത് എന്ന നിലക്ക് പറഞ്ഞത്. അതാണ് ഈ ഹദീസിന്റെ പശ്ചാത്തലം. വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞൊരു കാര്യമാണ്. നിനക്ക് സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല അല്ലെങ്കിൽ വശംസി വദുഹാഹ അല്ലെങ്കിൽ വല്ലൈലി ഇദാ യഗ്ഷ അതുപോലെയുള്ള സൂറത്തുകൾ ഓതിയാൽ പോരായിരുന്നോ എന്നുള്ള കാര്യമാണ് ഇവിടെ കാരണമായി പറഞ്ഞത്. പുറകിൽ വൃദ്ധന്മാർ, ദുർബലർ, അതുപോലെ ആവശ്യക്കാരായ ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് അധികം ദൈർഘ്യമായി ഓതുക എന്നുള്ളത് അത് സുന്നത്തായ ഒരു കാര്യമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നിസ്കാരം നോക്കിയാൽ ഇശാ നിസ്കാരങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ കൂടുതലും ഓതിയിട്ടുള്ളത് ഇതാണ്, ഔസാത്തുൽ മുഫസ്സലിൽ നിന്ന് അഥവാ മുർസലാത്ത് മുതൽ ദുഹാ വരെയുള്ള സൂറത്തുകളിൽ നിന്നാണ് കൂടുതലും ഓതിയിട്ടുള്ളത്. ഈ ഹദീസിലും അവിടുന്ന് പറയുന്നതാണ്, ഒന്ന് സൂറത്തുൽ അലയും സൂറത്തുൽ ഷംസും സൂറത്തുൽ ലൈലും ഒക്കെയാണ് ഇതിനിടയിൽ വരുന്ന ഈ സൂറത്തുകളാണ്. ഇത് നിനക്ക് ഓതിയാൽ പോരായിരുന്നോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. ഈ ഹദീസിൽ നിന്നുള്ള ഫായിദകൾ, ഒന്ന് ജവാസുൽ ഗളബി ഇൻദൽ മൗഇള, ഉപദേശം കൊടുക്കുന്ന സമയത്ത് ദേഷ്യം പിടിക്കുക എന്നുള്ളത് അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അത് ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. ചില കാര്യങ്ങൾ ഗൗരവമായി കാണുന്ന വിഷയമാണ് പറയുന്നത് എങ്കിൽ ചിലപ്പോൾ അവിടെ ഒരാൾ ഉപദേശം കൊടുക്കുന്ന സമയത്ത് അല്പം ദേഷ്യം പിടിക്കുക എന്നുള്ളത് അത് തെറ്റായ കാര്യമല്ല. മറിച്ച് ആ കാര്യത്തിന്റെ ഗൗരവം ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ ചെയ്തതായി കാണാൻ സാധിക്കും. ഒരിക്കലും സ്വന്തത്തിന് എന്തെങ്കിലുമൊക്കെ ഉപദ്രവം ഉണ്ടായി എന്ന നിലക്കല്ല അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ടുള്ളത്. അവിടുന്ന് ഒരിക്കലും അങ്ങനെ ചെയ്യുമായിരുന്നില്ല. മറിച്ച് ആ വിഷയത്തിന്റെ പ്രാധാന്യം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഫായിദ, ഏറ്റവും അഫ്ളലായിട്ടുള്ളത് മഅ്മൂമീങ്ങളുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഇമാം നിസ്കരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇതിന്റെ അർത്ഥം സുന്നത്തിൽ വന്നതിനേക്കാളും ചുരുക്കണം എന്നതല്ല. സുന്നത്തിൽ വന്നതിനേക്കാളും ചുരുക്കുക എന്നതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് സുന്നത്തിൽ വന്നത് ഒരാൾക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ അതിനേക്കാളും ദൈർഘിപ്പിക്കണമെങ്കിൽ അവിടെ എല്ലാ ആളുകളും അതിന് തയ്യാറായിരിക്കണം. നമ്മളന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മർക്കസിലാണ്, അവിടെ കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇമാം വിചാരിക്കുകയാണ് നമുക്ക് വലിയൊരു സൂറത്ത് ഓതിയേക്കാം എന്ന് വിചാരിച്ചു വല്ലപ്പോഴും അങ്ങനെ വലിയൊരു സൂറത്ത് ഓതുകയാണ് എങ്കിൽ അത് തെറ്റില്ല, അങ്ങനെ ചെയ്യാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോഴൊക്കെ വലിയ സൂറത്ത് ഓതിയിട്ടുണ്ട്. മഗ്രിബ് നിസ്കാരത്തിന് അറാഫ് അത് പൂർണ്ണമായിട്ട് തന്നെ ഓതിയതായി കാണാൻ സാധിക്കും.
എന്നാൽ അവിടെ ഏതെങ്കിലും നിലക്ക് പ്രയാസമുള്ള ആളുകളുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ചെറുതാക്കാവുന്നതാണ്, ചുരുക്കാവുന്നതാണ്. ഇനി നമ്മൾ സുന്നത്തനുസരിച്ച് ദീർഘമായി ഓതാൻ അല്ലെങ്കിൽ സുന്നത്തിന്റെ പരിധിയിൽ തന്നെ ഓതാൻ പറ്റുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ വലിയ പ്രയാസങ്ങളുള്ള ആളുകളുണ്ട് എന്ന് പെട്ടെന്ന് അറിയുകയാണെങ്കിൽ അപ്പോൾ അത് ചുരുക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കുട്ടിയുടെ കരച്ചിൽ കേട്ട സമയത്ത് കുറച്ചതുപോലെ അപ്പം അങ്ങനെയുള്ള സമയത്ത് അത് കുറക്കാവുന്നതാണ് എന്ന് കാണാം. ഇനി ഇവിടെ ചോദ്യം, ഇവിടെ അദ്ദേഹം പറയുന്ന മറ്റൊരു ഫായിദ, ഒരാൾക്ക് നിസ്കാരത്തിന്റെ പകുതി വെച്ച് അങ്ങനെ ഇമാമിനെ മുറിക്കാവോ എന്നുള്ളതാണ്. അതോ ജമാഅത്തായി തുടർന്നിട്ട് പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ മുറിച്ചിട്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെ മുറിക്കാമെന്നുള്ളതാണ്. അതിന് ഒരു കാരണമാണിത്. ഇമാം ഈ രൂപത്തിൽ ദീർഘമായി നിസ്കരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്, ഇയാൾക്ക് അതിന് സാധിക്കുന്നില്ല. ഇയാൾ വന്നപ്പോൾ ഇമാം ഇങ്ങനെ ബക്കർ ഇങ്ങനെ പൂർണ്ണമായി ഓതാൻ പോവുകയാണ്. ഇയാൾക്കാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലായാൽ അയാൾക്ക് ഒരു റക്കായത്ത് കഴിയുമ്പോൾ തന്നെ ഇനി ഇതിങ്ങനെ ഓതും തോന്നിയാൽ അയാൾക്ക് എന്ത് ചെയ്യാം, അത് ഒറ്റക്കുള്ള നീയത്തിലേക്ക് മാറ്റി അത് പൂർത്തീകരിച്ച് സലാം വീട്ടി പോകാം. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഒരാൾക്ക് നിസ്കാരത്തിന്റെ അവസാന സമയത്തായി അയാൾക്ക് വയറിൽ ഭയങ്കരമായ പ്രയാസമുണ്ട്, അയാൾക്ക് ഭയങ്കരമായ പ്രയാസം അയാൾക്കുണ്ട്. ആ സമയത്ത് അയാൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തശഹുദ് ഓതി സലാം വീട്ടി പോകാവുന്നതാണ്. ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതല്ല, അതിനേക്കാളും ഗൗരവമായിട്ട് ഉടൻ തന്നെ പോയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുമെങ്കിൽ അയാൾക്ക് മുറിച്ചുകൊണ്ട് പോകാവുന്നതാണ്. ഒരാൾ ഒരു അപകടം അവിടെ കാണുകയാണ്, നിസ്കാരം മുറിച്ചാൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് പെട്ടെന്ന് നിസ്കരിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. കാരണം അത്രയും നേരമായാൽ അപ്പോഴും ആ കാര്യം അപകടമാണ്. നമ്മൾ കുട്ടി എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിലേക്ക് വീഴാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാമ്പ് ഇങ്ങനെ വന്ന് നമ്മളെ ഉപദ്രവിക്കാൻ പോകുന്നു, നമുക്ക് എന്തായാലും നിസ്കാരം മുറിക്കണമെന്ന് തോന്നിയാൽ ആ സമയത്ത് നിസ്കാരം മുറിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. ഇനി അങ്ങനെ മുറിക്കുന്ന സമയത്ത് ഇപ്പോൾ വുളുവൊക്കെ പോയിട്ട് ചിലപ്പോൾ നിസ്കാരം നമുക്ക് മുറിയുന്ന അവസ്ഥ ഉണ്ടാകും. ആ മുറിയുന്ന സമയത്ത് സലാം വീട്ടേണ്ടതുണ്ടോ? സലാം വീട്ടേണ്ടതില്ല. കാരണം സലാം വീട്ടുക എന്നുള്ളത് അത് അവസാനത്തിൽ തശഹുദിൽ നിസ്കാരം പിരിയുമ്പോൾ മാത്രമാണ്. അതിനിടയിൽ എപ്പോഴെങ്കിലുമൊക്കെ നിസ്കാരത്തിന്റെ പുറത്തേക്ക് പോകുന്ന സമയത്ത് സലാം വീട്ടേണ്ടതില്ല എന്നുള്ളതാണ്. ഇനി ഈ രൂപത്തിൽ ഇങ്ങനെ മുറിക്കേണ്ട എന്തെങ്കിലുമൊക്കെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിസ്കരിച്ച് അത്രയും നിസ്കാരത്തിന് കൂലി കിട്ടുമോ എന്നുള്ളതാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്, അങ്ങനെ ഉദുർ കൊണ്ടാണ് ഒരാൾ ഒഴിവായി പോകുന്നതെങ്കിൽ എത്രയാണോ നിസ്കരിച്ചത് അതിനുള്ള കൂലി കിട്ടും. ഒരാൾ 2 റക്അത്ത് ജമാഅത്തായി നിസ്കരിച്ചു, പെട്ടെന്ന് പോകേണ്ട ഒരു അവസ്ഥ വന്നു, അയാൾ മുറിച്ചുകൊണ്ട് നിസ്കാരത്തിൽ നിന്നും ഇറങ്ങിപ്പോയി, അയാൾക്ക് പിന്നീട് വന്ന ശേഷം നിസ്കരിക്കാം, പക്ഷെ ഈ നിസ്കരിച്ച 2 റക്അത്തിന് അതിന് കൂലി കിട്ടും എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതാണ് ഈ അധ്യായത്തിൽ വന്നിട്ടുള്ള ഹദീസ്. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായം അടുത്ത ക്ലാസ്സിൽ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. വല്ലാഹു അലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.